അമ്മേ, ഞങ്ങൾ ഇറങ്ങണേ. ദാ വരുന്നു. നിങ്ങൾ ഇറങ്ങിയിട്ട് വേണം. വാതിലടച്ചൊന്ന് കിടക്കാന്ന് വിചാരിക്കായിരുന്നു. എന്തൊരു ഒരുക്കായത്. അച്ഛനും ദേവനും ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും. പെണ്ണുങ്ങളുടെ ഒരുക്കം തീരുവോ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇനി എന്നെ കുറ്റം പറഞ്ഞോ? പോട്ടമ്മേ, അമ്മ പോയി കിടന്നോളൂ കേട്ടോ. എടി, മുഹൂർത്തത്തിന് സമയായി, വേഗം വാ. ദേ വരണേട്ടാ. കേറ്. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. കല്യാണ വീടാണ്. കുടുംബക്കാരായിട്ടും മറ്റും പല സ്ഥലത്തുനിന്നും കുറേ പെണ്ണുങ്ങൾ വരും. അവരുടെയൊക്കെ വായല് നോക്കി ഇരിക്കരുത്. അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് വരുന്ന ഓരോ പെണ്ണുങ്ങളുടെ വേഷം കണ്ടാലേ നോക്കി വെള്ളറക്കണ കുറെ ആണുങ്ങൾ കല്യാണ വീട്ടിലുണ്ടാവും. നിങ്ങൾക്കും അങ്ങനെ ഒരു സൂക്കേടുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഊട്ടിയിൽ പോയപ്പോഴേ കുറേ നേരം ഗാർഡനിൽ കുത്തിരുന്നത് ഓർമ്മയുണ്ടോ? അവിടെ ഒരു പൂമരത്തിന്റെ ചോട്ടില് ഒരു മഞ്ഞ ചുരിദാറിട്ട പെണ്ണിനെ നിങ്ങളിങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മുഖത്ത് വന്നൊരു പുഞ്ചിരി, അതൊന്ന് കാണണായിരുന്നു. അതുപോലെ ഇന്നാളെ ട്രെയിനിൽ കയറിയപ്പോ ഓപ്പോസിറ്റ് സീറ്റിലിരുന്ന പെണ്ണിന്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ടാവൂല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് അറിയില്ലെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ടൊക്കെയാ ഞാൻ പറയുന്നേ, കല്യാണ വീട്ടില് നിങ്ങളുടെ മുഖത്ത് എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. കല്യാണത്തിന് നീ ഒറ്റയ്ക്കങ്ങ് പോയാ മതി. ഓട്ടോറിക്ഷയിലോ ബസ്സിലോ എങ്ങാണെന്ന് വെച്ച് പോക്കോ. അമ്മേ, ഒരക്ഷരം വേണ്ടിയാ നിന്റെ സ്വഭാവം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. എന്തെങ്കിലും എടുക്കാൻ മറന്നോ? അല്ല, കല്യാണത്തിന് പോണ്ടാന്ന് തീരുമാനിച്ചു. അതെന്തേ? അമ്മ ഇവിടെ ഒറ്റക്കാക്കി പോകുന്നത് ശരിയാണോ? ഇതിനു മുൻപ് ഞാൻ എത്ര പ്രാവശ്യം ഒറ്റയ്ക്ക് നിന്നതാ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഫോണില്ലേ, നിങ്ങൾ പോയിക്കോളൂ. അമ്മ പോയി കിടന്നോളൂ, ഞങ്ങൾ ഏതായാലും ഇന്ന് പോണില്ല. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല അമ്മേ. ഞാനാ പറഞ്ഞത് അമ്മേനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോണ്ടാന്ന്. അത് മനുവേട്ടന് അത്രയ്ക്കങ്ങ് പിടിച്ചിട്ടില്ല. അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അമ്മ പോയി കിടന്നോളൂ. ഇനി കല്യാണത്തിന് പോകാത്ത കേസ് നിങ്ങൾ തന്നെ തീർത്തോളൂ. അന്ന് സുമ അവിടെ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ഏതൊരു ഭർത്താവിനെ സമനില തെറ്റിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷമ കൈവിടാതെ ഞാൻ പിടിച്ചു വന്നു. പക്ഷേ ആത്മഹത്യ ലൈവായി കാണിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. കെട്ടി തൂങ്ങി ചാവുന്നെങ്കിൽ ചാവടി. അതിന്റെ പേരിൽ ജയിൽ പോകേണ്ടി വന്നാലും എനിക്ക് പുല്ല. നിന്റെ കൂടെയുള്ള ഈ നരക ജീവിതത്തെക്കാൾ നല്ലത് ജയിലാ. എനിക്ക് മനസ്സമാധാനം വേണം, മനസ്സമാധാനം. അത് നീ ചത്തിട്ടാണ് കിട്ടുന്നെങ്കിൽ പോയി ചാവടി, പോയി ചാവ്. കുറെ കാലായി ഞാൻ. മനു, എന്താ അവിടെ? വാതില് തുറക്ക്. മനു, നിന്നോട് വാതില് തുറക്കാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? വാതില് തുറക്കാൻ. മനു, സുമേ, എന്താണ് അവിടെ? എന്താ അമ്മേ, അമ്മ ഉറങ്ങിയില്ലേ? എന്താ ഞാൻ ഈ കേട്ടതൊക്കെ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞങ്ങള് തമ്മിലോ? ഞങ്ങള് തമ്മിൽ എന്ത് പ്രശ്നം? പിന്നെന്താ ചാവണയും കൊല്ലണയും ഒക്കെ വർത്താനം കേട്ടത്? എന്താ മോളെ ഞാൻ ഈ കേട്ടതൊക്കെ? എന്റെ അമ്മേ, മനുവേട്ടൻ കല്യാണത്തിന് പോവാതിരുന്നതേ അമ്മ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടൊന്നല്ല. ഏതോ ക്ലബിന്റെ നാടകത്തിൽ അഭിനയിക്കാൻ പോവാനാ. അതില് ഡയലോഗ് പറയായിരുന്നു. ഞാൻ തന്നെ ആകെ പേടിച്ചുപോയി. ഹോ, വല്ലാത്തൊരു ഡയലോഗാണ് എന്റെ ഏട്ടാ. നിങ്ങക്ക് ഏതെങ്കിലും കോമഡി സീന് ചെയ്താ പോരെ? അതാ നിങ്ങക്ക് ചേരുക.